ഓരോ മേഖലയിലും ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടാകും. തൃശൂർ മേഖലയിൽ മാത്രം വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് വിഷുക്കട്ട. അരിയും നാളികേരപ്പാലും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരം വിഷു ദിവസം തൃശൂരിന്റെ ഒരു തനത് വിഭവമാണ്. നമ്മൾ മേടമാസത്തിലെ വിഷു ആകുമ്പോഴേക്കും നമ്മൾ കൊയ്ത്തുകളൊക്കെ കഴിയും. കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവണ അതിൻ്റേതായ ഒരു ഇതാണ് നമുക്ക് ഈ വിഷുക്കട്ട ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ പൂർവികന്മാരായിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൊരു സാധനമാണത്. അതിന്ന് നിലനിർത്തി പോരുന്നുണ്ട് എല്ലാവരും. എല്ലാ വീടുകളിലും തൃശ്ശൂരാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇതില്ല. അര കിലോ ഉണങ്ങല്ലരിക്ക് 3 നാളികേരപ്പാൽ വേണം. പിന്നെ ഒന്നാമത്തെ പാല് മാറ്റി വെച്ച് രണ്ടാമത്തെ പാല് മാറ്റി വയ്ക്കും. മൂന്നാമത്തെ പാലിലാണ് നമ്മൾ അരി വയ്ക്കുക. അതിലുള്ളി ജീരകം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു വേവാകുമ്പോൾ നമ്മൾ ഇലയിൽ പരത്തും. ഇതിപ്പോൾ നമ്മൾ ശർക്കരയും നല്ല ജീരകവും ചുക്കുപൊടിയും കൂടിയിട്ട് പാവ് ഇത് കൂട്ടിയിട്ടാണ് ചിലർ കഴിക്കുക. ഇത് കൂടി ചിലർ പുളിഞ്ചി കൂട്ടിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇത് പാവ് കൂട്ടിയിട്ട് കഴിക്കും. ജീരകം ഉള്ളി ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. 3 പാലുകൾ എടുക്കണം. ആദ്യത്തെ പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ അരി വെക്കണത്. പിന്നെ 3 നാളികേരം വേണം. ആ നാളികേരത്തിൻ്റെ പാലുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാം പാൽ ഒഴിക്കും ഒരു വിധം രവാറാവുമ്പോൾ. അത് കഴിഞ്ഞ് അവസാനത്തെ പാലൊഴിച്ച് നല്ലോണം വറ്റി കഴിഞ്ഞാൽ ഇലയിൽ പരത്താം. അതൊന്ന് മുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അരി വേവണേൻ്റെ മുന്നിടണം, എന്നെങ്കിലേ അരി പിടിക്കുള്ളൂ. നമ്മൾ കണി ഒരുക്കി കഴിഞ്ഞു. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം അടുപ്പത്ത് വയ്ക്കേണ്ടത് ഈ വിഷുക്കട്ടയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളൂ. അത് കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വിളിച്ചിട്ടാണല്ലോ നമ്മൾ കണി കാണുന്നത്. കണി കണ്ട് അപ്പോൾ തന്നെ നമ്മളിത് വയ്ക്കും. വിഷുക്കട്ടയ്ക്കുള്ള കാര്യങ്ങൾ നോക്കും. കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ആ നെല്ല് കൊണ്ടാണ് നമ്മൾ ഈ ഇത് വയ്ക്കുള്ള. മറ്റുള്ള അരികൾ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനാണല്ലോ ഇപ്പോൾ വിഷു കഴിഞ്ഞ് വിടുമ്പോൾ ഇത് വയ്ക്കണത്. കൊയ്ത്ത് കഴിഞ്ഞ് ആ കിട്ടുന്ന നെല്ല് കൊണ്ടാണ് നമ്മൾ വിഷുക്കട്ട വയ്ക്കുക. നമ്മൾ ഈ സാധനം വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നിങ്ങളാണ് അതിൻ്റെ വേവും ശരിക്കും ഇങ്ങനെ അറിയുള്ളൂ. നമ്മൾ വിഷുക്കട്ടയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതിന് വാഴയിലേക്ക് ഇടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് പരത്തി കഷ്ണങ്ങളാക്കണം. നമ്മൾ പ്രാതലായിട്ട് നമ്മൾ വിഷുവിൻ്റെ അന്ന് കഴിക്കുക ആദ്യം ഈ വിഷുക്കട്ടയാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാവും. പിന്നെ ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഇത് തൃശ്ശൂരിൻ്റെ തനതായ ഒരു വിഭവം തന്നെയാണ്. വാഴയിലേക്കൊരു പ്രത്യേക ഒരു മണം ഉണ്ടാവും ഇത് പരത്തി കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്കാർക്ക് കഴിക്കുമ്പോഴും വാഴലേരം ഒരു മണം വരുമ്പോൾ ഇതൊരു പ്രത്യേക സ്വാദാണ്. വാഴല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലത്തെ ഓരോ കാര്യങ്ങൾക്കും നല്ലത് തന്നെയാണ്. പ്ലാവില പോലെ തന്നെയാണ് വാഴയില. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാണ് ആദ്യം കൊടുക്കുക. കാരണം ഇതെല്ലാ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കില്ല. ഈ വിഷുവിന് മാത്രമല്ല, മറ്റുള്ള പലഹാരങ്ങളെന്ന് പറയണത് എന്നും നമ്മൾ ഉണ്ടാക്കണതല്ലേ. ഇത് നമുക്ക് അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അതേത് വീട്ടിലായാലും ഈ സാധനം ഉണ്ടാക്കണം. ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കും. വേറെ പലഹാരങ്ങളും നമ്മൾ കൊടുക്കില്ല അന്ന്.
മെയിൻ പലഹാരം ഇത് തന്നെയാണ്, വിഷുവിന് ഇത് തന്നെ ഉണ്ടാവുള്ളൂ. അത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയും. അതാണ് തൃശ്ശൂരിന്റെ സ്വന്തം വിഷുക്കട്ട. വിഷു സ്പെഷ്യൽ. തൃശ്ശൂരിലെ ഏത് വീട്ടിൽ പോയാലും ഇന്നത്തെ ദിവസം വിഷുക്കട്ട കിട്ടും എന്നാണ് പറയുന്നത്.